ബലേഫേഷ്. ഈ നാരായണൻകുട്ടിയുടെ ഊഹം തെറ്റിയില്ല. കിതികിടുമ്പോ എല്ലാ വമ്പന്മാരും സാഷ്ടാംഗം വന്നു വീഴുന്നത് ഭഗവാന്റെ അമ്പലത്തിലല്ലേ? ഇവനും വരൂന്ന് പ്രതീക്ഷിച്ചു, ദാ വന്നു. ഇനി കയ്യിന്ന് പോവാതെ കൂടെ കൂടിയാ മതി. ദുഷ്ടനിഗ്രഹവും ശിഷ്ടരക്ഷയും ജന്മവ്രതമായെടുത്ത അവതാരപ്പിറവിയാണ് നീ. അതേ ലക്ഷ്യവുമായിട്ടാ ഞാൻ ഈ അന്യദേശത്തൊന്ന് അലയുന്നതും. തൃപ്പങ്ങോട്ട് ദേശത്തെ നശിപ്പിച്ച് മേഘനാഥൻ അവിടെ എല്ലാം കൈയടക്കിയിരിക്കുക. നാട്ടിലെ ജനങ്ങൾ അവന്റെ ദുഷ്ടത്തരത്തെ ഭയന്ന് ഒന്നും മിണ്ടാനാകാതെ ആയിരിക്കുന്നു. തൃപ്പങ്ങോട്ടിന്റെ അവകാശികൾ ആരെങ്കിലും ഒരാളെങ്കിലും വന്നാലേ അയാളുടെ കിരാതഭരണം അവസാനിക്കുകയുള്ളൂ. സുഭദ്രാമ മരിച്ചുപോയെങ്കിലും അനിയത്തിമാരെവിടെയോ ജീവിച്ചിരിക്കുന്നു തന്നെയാണ് എന്റെ വിശ്വാസം. അവരീ നഗരത്തിൽ എവിടെയോ ഉണ്ടെന്ന് മനസ്സിലിരുന്ന് ആരോ പറഞ്ഞു. അങ്ങനെ അവരെ കണ്ടെത്തുന്നതാണ് ഇന്നെന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. എന്റെ അച്ഛനെ കൊന്ന ആ മേഘനാഥനെ തളയ്ക്കാൻ, തൃപ്പങ്ങോട്ട് വംശത്തിന്റെ പേരും പെരുമയും നിലനിർത്താൻ ഒരേ ഒരു വഴി സുഭദ്രാമയുടെ അനുജത്തിമാരെ കണ്ടെത്തുകയാണ്. എന്റെ ഭഗവാനെ, നീ തന്നെ അവരെ എന്റെ കൺമുന്നിൽ കൊണ്ടുവരണം. കഴിയുമെങ്കിൽ ഇന്ന് തന്നെ. ഇതെന്തോന്നു ഒരുമാതിരി. സാറേ, ഒരു വശത്ത് കൊളയട്ട, കാൽ വെച്ച് അത് ചോര കുടിക്കും. പാമ്പ് മുതൽ പഴുതാര വരെ സർവ്വ വിഷജന്തുക്കൾ ഇവിടെ ഉണ്ട്. അതിന്റെയൊക്കെ വായി പോയി തല വെച്ച് മരിക്കണോ? ഒന്നാതെ ഇവിടെ ഒന്നും ഫോണിന് റേഞ്ചും ഇല്ല, വിളിച്ച ആംബുലൻസും കിട്ടൂല. വലിയ ബത്തപ്പാടാ. എടാ ഭാസി, അപൂർവ സിദ്ധികളുടെ ഈ സിദ്ധന്റെ കാര്യം അമ്മയാണ് പറഞ്ഞത്. ആ സിദ്ധനെ കണ്ട് എന്റെ മകന്റെ കാര്യം അന്വേഷിക്കാൻ പറഞ്ഞതും അമ്മ തന്നെയാ. അതുകൊണ്ട് ഈ ലോകത്തെ ഏത് ശക്തികൾ തടഞ്ഞാലും ഏത് പ്രതിബന്ധം വഴിമുടക്കിയാലും ഞാൻ പോവും. എന്റെ മകൻ എവിടുണ്ടെന്നറിയാനുള്ള അവസാന അത്താണിയാണ് ഈ സിദ്ധൻ. അതുകൊണ്ട് ആ സിദ്ധനെ കാണാനുള്ള ഈ യാത്ര തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാൽ കൊന്നുകളയും ഞാൻ. മിണ്ടാതെ എന്റെ കൂടെ വന്നോണം കേട്ടോ. നാശം. ഏത് നേരത്താണോ ഇയാളുടെ കൂടെ കൂടാൻ തോന്നിയത്? ആ, അനുഭവിച്ചോ. കിട്ടുമ്പോഴേ അയാൾ പഠിക്കുള്ളൂ. സ്വാമിയേ, അയ്യപ്പോ, സ്വാമിയേ, കരിമല കയറ്റം ശരണമെന്റെ അയ്യപ്പ. എന്റെ ഭഗവാനെ, ഇതെന്ത് അത്യത്ഭുതം! അനിയത്തിമാരെ കാണാൻ പ്രാർത്ഥിച്ചപ്പോ സാക്ഷാൽ സുഭദ്രാമ തന്നെ മുന്നിൽ വന്നോ? പക്ഷെ ഇത് സുഭദ്രാമ ആവാൻ വഴിയില്ലല്ലോ. അവര് മരിച്ചതാ. ശവം അടക്കിയതിന് ഞാനും സാക്ഷി. എങ്കിലിത് അനിയത്തി രാധയായിരിക്കും. രാധ. തൃപ്പങ്ങോട് വംശത്തിന്റെ രണ്ടാം അവകാശി. ദൈവങ്ങളെ, നിങ്ങൾ എന്റെ പ്രാർത്ഥന കേട്ടു. ഇപ്പൊ തന്നെ പോയി രാധയോട് സംസാരിക്കണം. ഇപ്പൊ തന്നെ. എവിടെ കയ്യാള് പോണത്? എന്ത് പറ്റി? ഇതെവിടെ പോയി?
മറഞ്ഞോ? അതൊരിക്കലും നടക്കാൻ സാധ്യതയില്ല. എന്റെ കണ്ണുകൾ എനിക്ക് വിശ്വസിച്ചല്ലേ പറ്റൂ. ജസ്റ്റ് മിസ്സായതായിരിക്കും. നോക്കാം ഇവിടെ എവിടെയാണെന്ന്. ഭഗവാനെ ഈശ്വര കാത്തിരക്ഷിച്ചോളണേ ദൈവമേ. എല്ലാ പാപങ്ങളും പുറത്തു തരണേ ദൈവമേ. കാത്തോളണേ. അയ്യോ ഞാൻ പാപിയാണേ. പാപങ്ങൾ പുറത്തു തരണേ. ഇയാൾക്കിതെന്തോ പറ്റിയിട്ടുണ്ട്. നേരത്തെ കണ്ട ആരോ തിരയാണ്. അതാരാണെന്ന് നോക്കിക്കളയാം. ഹലോ രാധേ, ദൈവമേ എന്നെ മാത്രം കാത്തോളണേ. ഏയ് രാധേ, ഏയ് മുന്നിൽ കിട്ടിയിട്ട് കൈവിട്ടു പോയി. എന്തൊരു ഭാഗ്യക്കെടാൻ നോക്കി. എന്തായാലും അത് രാധ തന്നെ ആവുന്ന ഉറപ്പാ. ഈ നഗരത്തിൽ അവരുണ്ടെന്ന് മനസ്സിലായി. ഇനി കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഏതായാലും തെളിവിന് ഫോട്ടോ കിട്ടിയല്ലോ. അതും ദുരന്തമായി പോയി. ഏതായാലും വണ്ടിയുടെ നമ്പർ തെളിഞ്ഞിട്ടുണ്ട്. അത് മതി ഒരു പിടിവള്ളിക്ക്. അഞ്ജലി, ആരാ ഇവര്? ഇതാണ് കാര്യത്തമ്മ. വൈദ്യം നോക്കുകയും ജോത്സ്യം പറയുകയും ചെയ്യുന്നവരാ. ഒരു മൊന്തയിൽ കുറച്ച് വെള്ളം കൊണ്ടുവാ. 3-4 തുളസി ഇലയും. തുളസി, മോളെ നീ പോയി കുറച്ച് തുളസിയില പറിച്ചിട്ട് വാ. ഇതാമേ. ഇത് കൊണ്ടുപോയി നിലത്തൊഴിച്ചു കളഞ്ഞേക്ക്. തുളസി, ഇത് ഒഴിച്ചു കളഞ്ഞേക്ക്.
സീത ലക്ഷണങ്ങൾ പറഞ്ഞപ്പോ എന്തോ ചില ദൃഷ്ടിദോഷങ്ങളാണെന്നാണ് കരുതിയത്. പക്ഷേ ഇതങ്ങനെയല്ല. നിന്റെ പേരെന്താ? അഞ്ജലി. അഞ്ജലിയോ? അതിലെന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ. നീ പേര് മാറി ഊര് മാറി ഉയിര് കാത്തു നിൽക്കുക. എന്താ ശരിയല്ലേ? അതൊക്കെ വലിയ കഥകളാ കാര്യട്ടമ്മേ. ഇപ്പൊ പറഞ്ഞ തീരില്ല. തൽക്കാലം അത് പറയാനും കഴിയില്ല. ഇപ്പോ കുഞ്ഞിന്റെ ദണ്ണം മാറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ പറഞ്ഞതാ. കുഞ്ഞിന്റെ ദണ്ണത്തിന് അതിന്റെ ജന്മവുമായി ചില ബന്ധങ്ങളുണ്ട്. അല്ല, കുഞ്ഞുനാളിൽ നേർന്ന എന്തെങ്കിലും ദൈവകാര്യങ്ങളിൽ ഉപേക്ഷ കാട്ടിയിട്ടുണ്ടോ? നടത്താത്ത നേർച്ചയോ മറ്റോ? ഏയ്, ദൈവകാര്യങ്ങളിൽ ഒരു ഉപേക്ഷ അവർ കാണിക്കാറില്ല കാര്യട്ടമ്മേ. ഇവിടെ അമ്പലത്തിലെ ദേവകാര്യങ്ങൾ നടത്തിയാണ് അവരിതുവരെ എത്തിയത് തന്നെ. സീതയോടല്ല, കുട്ടിയോട്. കുട്ടി പറയട്ടെ. എന്തെങ്കിലും ദൈവകാര്യങ്ങൾ ദേവനോ ദേവിക്കോ നേർച്ചയോ നൈവേദ്യമോ നേർന്നിട്ട് നടത്താതായിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. മുൻകൂർ നേർച്ചകൾ അങ്ങനെ നേർന്നു പോകാറില്ല സാധാരണ. അമ്പലത്തിൽ പോകുമ്പോ സാധിക്കുന്ന വിധത്തിലൊക്കെയാ വഴിപാടുകൾ നടത്തുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, ഊരുമാറി പേരുമാറി ഉയിര് കാത്ത് നിൽക്കുന്നവളാ നീ. ഇപ്പോഴുള്ള ഈ ജീവിതത്തിൽ തന്നെ നിനക്കൊരു പൂർവജന്മമുണ്ട്. സമ്പത്തും പ്രഭുത്വം കുമിഞ്ഞുകൂടിയിരുന്ന പൂർവജന്മം. എല്ലാം വിട്ടെറിഞ്ഞ് ഓടിപ്പോരേണ്ടി വന്നതാണ് ഭൂതകാലം. എന്താ ശരിയല്ലേ? കുഞ്ഞിന്റെ അസുഖത്തിന്റെ കാര്യം ചോദിക്കുമ്പോ പൂർവ്വജന്മവും പ്രഭുത്വം എന്നൊക്കെ പോലീസ് മുറ പറയാതെ രോഗത്തിന് നാട്ടുവൈദ്യം എന്തെങ്കിലും ഉണ്ടോന്ന് പറയ് കാര്യറ്റമ്മേ. ദേഷ്യമൊന്നും എന്നോട് വേണ്ട കുട്ടി. തൽക്കാലം ഒരു നാട്ടുവൈദ്യം കൊണ്ടൊന്നും ഈ രോഗം ഉടൻ മാറില്ല. രോഗത്തിന്റെ വേരുകൾ ഈ നാട്ടിലല്ല, മറ്റൊരു നാട്ടിലാണ് എന്നതാണ് കാര്യം. സോറി, ചിക്കൻ പോക്സ് ഒരു രോഗമാണ്, അത് ഞങ്ങൾക്കറിയാം. അതിന് ചില മരുന്നുകളുണ്ട്, ആ മരുന്നുകൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിനപ്പുറം നേർച്ച കാഴ്ചകളുടെ കഥകൾ പറഞ്ഞ കലി വരും ഞങ്ങൾക്ക്. ഇക്കാലത്തും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു വരാൻ നാണോ ഇല്ലേ കാര്യറ്റമ്മേ? ആരതി, നിർത്ത്. വീട്ടിൽ വന്ന ഒരാളിനോട്, അതും സീതമ്മ കൂട്ടിക്കൊണ്ടുവന്ന ഒരാളിനോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുക? കുഞ്ഞേ, അകത്ത് അസുഖം പിടിച്ചു കിടക്കുന്ന ആ കുഞ്ഞിന്റെ ദീനാവസ്ഥ ചൂഷണം ചെയ്ത് അവന്റെ അവശതയെ വിറ്റ് ദക്ഷിണ വാങ്ങാനും അതിന്റെ പേരിൽ പൂജാകർമ്മങ്ങൾ നടത്തി പണം സ്വരൂപിക്കാനും അങ്ങനെ വന്ന ഒരാളല്ല ഞാൻ. പഠിച്ചാ മനസ്സിലാവും. മനുഷ്യന്റെ സങ്കല്പങ്ങൾക്ക് അർത്ഥമുണ്ട്, ഫലവും. അത് ദേവസ്ഥാനങ്ങളെ സങ്കല്പിച്ച് ചെയ്താൽ മാത്രമല്ല, മഴയെ സങ്കല്പിച്ചും വെയിലിനെ സങ്കല്പിച്ചും മലയെ സങ്കല്പിച്ചും നമുക്ക് നേർച്ചയായിട്ട് നേരാം. പക്ഷേ അങ്ങനെ എന്തെങ്കിലും സങ്കല്പിച്ചിട്ട് നടത്താതിരുന്നാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ മറന്നുപോകും. ആ പ്രത്യാഘാതങ്ങൾ ഇതുപോലുള്ള സൂചനകളിലൂടെയാണ് നമ്മളിലെത്തുന്നത്. അങ്ങനെ എന്തെങ്കിലും സങ്കല്പങ്ങൾ, നേർച്ചകൾ നടപ്പാക്കാതെ കിടപ്പുണ്ടോ? അതാണ് എന്റെ ചോദ്യം. ഏയ് ഇല്ല, അങ്ങനെയൊന്നും ഉള്ളതായിട്ട് ഓർമ്മയില്ല എനിക്ക്. തെറ്റ്. ഇല്ലാത്തതല്ല, ഓർമ്മയില്ലാത്തതാണ്. എന്നാൽ അങ്ങനെ എന്തോ ഉണ്ട്. അതാണ് ഞാൻ എന്റെ കണ്ണാലെ കണ്ടത്. ഇവിടെ ഈ നാട്ടിൽ കെട്ടി ഉയർത്തിയ നിങ്ങളുടെ രണ്ടാം ജന്മത്തിലാകണമെന്നില്ല, പൂർവജന്മത്തിൽ. അതായത് എല്ലാം ഉപേക്ഷിച്ച് നാട് വിട്ടു പോരുന്നതിന് മുമ്പുള്ള കാലത്ത്. അന്ന് ഈ കുഞ്ഞുമായി ബന്ധമുള്ള ആരെങ്കിലും സങ്കല്പിച്ചതാവാം. ആ സങ്കല്പം നേർച്ച പൂർത്തിയാക്കാതെ വന്നിട്ടുണ്ടാകും. അതിന്റെ പേരിലുള്ള ദൈവകോപമാണ് കുഞ്ഞിന്റെ ഈ കിടപ്പിന് കാരണം. ഒന്നുകൂടി ഒന്ന് ആലോചിക്കൂ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം, പറഞ്ഞാലേ പറ്റൂ.
എല്ലാം നമുക്ക് ദേവിക്ക് സമർപ്പിക്കാം. ദേവി തന്നെ യഥാർത്ഥ ഉത്തരം കാണിച്ചു തരട്ടെ. മൃത്യുഞ്ജ ഹോമവും പുനരുജ്ജീവന ആവാഹനവും കൂടി നടത്താൻ മാത്രം മറക്കരുത്. പുനരുജ്ജീവന ആവാഹനം അതിതുവരെ കേട്ടിട്ടില്ലല്ലോ. ആ, അങ്ങനെയൊന്നുണ്ട്. നമ്മൾ ഉടവാൾ വെച്ച് പൂജിച്ച ശ്രീമൂല സ്ഥാനത്ത് തൃപ്പങ്ങോട്ട് തറവാട്ടുകാര് കാലാകാലങ്ങളായി നടത്തിവരുന്ന വിശേഷപ്പെട്ട പൂജയാണത്. നമ്മുടെ തറവാട്ടിൽ ഓരോ കുഞ്ഞ് ജനിക്കുമ്പോഴും അവരുടെ ആയുസ്സും ആരോഗ്യവും ബുദ്ധിയും കരുത്തും ഉറച്ചു കിട്ടാൻ ഇതൊരു നേർച്ച പോലെ നടത്തും. പിറക്കാൻ പോകുന്ന എന്റെ മകന്റെ പേരിലും അത് നടത്തണമെന്നാ ശ്യാമളേച്ചി സൂചിപ്പിച്ചതിന്റെ അർത്ഥം. ആഹാ, എന്നാ പിന്നെ നമുക്ക് നാളെ തന്നെ അങ്ങ് നടത്തിയാലോ? ഏയ്, അത് വേണ്ട. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞു മതി. 1 വയസ്സാകുമ്പോഴെങ്കിലും അത് നടത്തിയില്ലെങ്കിൽ ദേവി അടയാളം കാണിച്ചു തരുമെന്ന അമ്മയൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഉണ്ട്, കാരേറ്റമ്മ പറഞ്ഞതുപോലെ ഒരു നേർച്ചയുണ്ട്. അവനെ പ്രസവിച്ച ഞങ്ങളുടെ സുഭദ്രാമ്മ നേർന്നതാണത്. അവൻ ജനിച്ചു കഴിഞ്ഞ അവൻ 1 വയസ്സ് തികയുന്നതിനകം ശ്രീമൂല സ്ഥാനത്ത് ദേവിക്ക് ദിവസപൂജയും മഹാമൃത്യുഞ്ജയ ഹോമവും പുനരുജ്ജീവന ആവാഹനവും പൊങ്കാല നിവേദ്യവും നടത്തിക്കൊള്ളാമെന്ന് നേർന്നിരുന്നു. അപ്പൊ അതാണ് കാര്യം. കുഞ്ഞിന് ഇത്രയും പ്രായമായിട്ടും അവന്റെ 1-ാം പിറന്നാളിന് മുമ്പ് സമർപ്പിക്കേണ്ട നേർച്ച സമർപ്പിക്കാത്തതിൽ ദേവി കാണിച്ചു തന്ന സൂചനയാണിത്. കുഞ്ഞിന്റെ ഈ അസുഖത്തിൽ പേടിക്കാനൊന്നുമില്ല. ഇത് അമ്മയുടെ മാരിവിത്ത. ദേഹത്ത് പതിച്ചതുപോലെ അത് പൊഴിഞ്ഞു പോവും. ഒരു കാര്യം മാത്രം ചെയ്താ മതി. ദേവിക്കുള്ള ആ നേർച്ച എത്രയും വേഗം നടത്തുക. പറ്റിയാൽ നാളെയോ മറ്റന്നാളോ തന്നെ. എന്താ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? അമ്പലത്തെ കണ്ട പെൺകുട്ടിക്ക് സുഭദ്രാമ്മയുമായി നല്ല സാമ്യമുണ്ടെന്ന് തീർച്ചയാ. പക്ഷേ വേഷത്തിലും നടപ്പിലൊക്കെ വ്യത്യാസമുണ്ട്. എന്തായാലും അത് സുഭദ്രാമ്മയല്ല. സുഭദ്രാമ്മയുടെ മരണാനന്തര ചടങ്ങുകൾക്ക് ഞാനും സാക്ഷിയായിരുന്നല്ലോ. അപ്പൊ പിന്നെ ഞാൻ കണ്ടത് ആരെയായിരിക്കും? സുഭദ്രാമ്മയുടെ നേരെ അനിയത്തി രാധയാണോ അത്? വളർന്നപ്പോ രാധയ്ക്ക് സുഭദ്രാമ്മയുടെ രൂപം കിട്ടിയതാണെങ്കിലോ? അത് പക്ഷേ നേരിൽ കണ്ട് സംസാരിച്ച് തെളിവുകൾ വെച്ച് ഉറപ്പിക്കാൻ പറ്റും. ഏതായാലും അത് രാധയാണെങ്കിൽ എന്റെ പ്രയത്നം ഫലിച്ചു എന്നർത്ഥം. അതല്ലെങ്കിൽ പിന്നെ ഞാൻ ഒരുപാട് അലയേണ്ടി വരും. ഏതായാലും ആ സ്കൂട്ടറിന്റെ നമ്പർ കിട്ടിയത് ഉപകാരമായി. അത് വെച്ചൊന്ന് ആളിനെയോ അഡ്രസ്സിനെയോ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. എന്താ സാറേ, ഇപ്പൊ മതിയായില്ലേ? കാടിനെയും കാട്ടാറിനെയും മയിലിനെയും കുയിലിനെയും ഒക്കെ കണ്ട് സുഖിച്ചല്ലോ അല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ, വെറുതെ ഈ കണ്ട കാടൊന്നും നിരങ്ങി കയറണ്ടെന്ന്. ഒരു സിദ്ധനുമില്ല വൃദ്ധനുമില്ല. ഭവാനി അമ്മയെ ആരോ പറഞ്ഞു പറ്റിച്ചതാ. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ നാടും നഗരവും വിട്ട് മനുഷ്യവാസമില്ലാത്ത കാടിനുള്ളിൽ കഴിയുന്ന സിദ്ധൻ എങ്ങനെയാ തൃപ്പങ്ങോട്ടെ കുഞ്ഞിനെ കുറിച്ച് അറിയുക? അറിഞ്ഞാലല്ലേ പറയാൻ പറ്റൂ. തൃപ്പങ്ങോട്ട കുഞ്ഞല്ല, കോട്ടയ്ക്കൽ വംശത്തിന്റെ അനന്തരാവകാശി ഈ കോട്ടയ്ക്കൽ മേഘനാഥന്റെ മകൻ കാശിനാഥൻ. ഏയ്, ഇന്ന് രാത്രി ആയതുകൊണ്ട് നമ്മൾ തിരച്ചിൽ നിർത്തുക. നാളെ വീണ്ടും തുടരും.